we can discuss about enzyme immobilization. Pharmaceutical biotechnology യൂണിറ്റ് 1 രണ്ടാമത്തെ ടോപ്പിക്കാണ് എൻസൈം ഇമ്മൊബിലൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്. ഇത് യൂണിവേഴ്സിറ്റി എക്സാമിനേഷൻ വ്യൂ പോയിന്റിൽ സ്ഥിരമായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എസ്എ ക്വസ്റ്റ്യൻ ആയിട്ടോ അല്ലെങ്കിൽ 5 മാർക്കിനോ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. So we will discuss about enzyme, its definition, general properties and application, and we will discuss in detail about enzyme immobilization, its definition, advantage, disadvantage, support materials or carrier material or metrics which are used for enzyme immobilization, and the most important part of this topic, that is the methods of enzyme immobilization and its application. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇതിൽ മെത്തേഡ്സുകളും അപ്ലിക്കേഷൻസുകളുമാണ് ഏറ്റവും നമ്മൾ ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ട പോർഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ മെത്തേഡ് എന്ന് പറയുമ്പോൾ നമുക്ക് 5 മെത്തേഡ്സുകളാണ് പഠിക്കാനുള്ളത്. 5 മെത്തേഡിനും അതിൻ്റേതായ ഡിഫറൻസുകളുണ്ട്. ഇപ്പോൾ വെറുതെ ഒരു മെത്തേഡിൻ്റെ പേര് എഴുതി വെച്ചത് അഡ്സോർബ് ചെയ്യുന്നു അല്ലെങ്കിൽ എൻട്രാപ്പ് ചെയ്യുന്നു എന്ന് മാത്രം എഴുതി വെക്കാതെ അവിടെ അഫക്റ്റ് ചെയ്യുന്ന ബോണ്ടുകൾ ഏതൊക്കെയാണ്, അത് pH ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാക്കുന്നതാണോ, അവിടെ എന്താണ് അതിൻ്റെ ബൈൻഡിങ് ഫോഴ്സുകൾ വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഓരോ മെത്തേഡിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൽ നമ്മൾ സ്ട്രെസ് കൊടുത്തിട്ടാണ് ഇത് പഠിക്കേണ്ടതും എക്സാമിന് ആൻസർ ചെയ്യേണ്ടതും. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ എൻസൈം. എന്താണ് എൻസൈം എന്നുള്ളത് നമുക്കൊക്കെ അറിയാം. നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്ന സംഗതിയാണ്. കാറ്റലിസ്റ്റാണ്, ബയോ കെമിക്കൽ കാറ്റലിസ്റ്റാണ്. അപ്പോൾ എൻസൈം എന്ന് പറയുന്നത് നാച്ചുറൽ ആയിട്ടുള്ള പ്രോട്ടീനാണ് വിച്ച് ഹാസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ടൈനി ക്വാണ്ടിറ്റി ബൈ ലിവിങ് ഓർഗാനിസം ആൻഡ് വിച്ച് ഹാവ് എൻ functioning as a highly selective biochemical catalyst in converting one molecule to another. ഇത് ബോഡിയിൽ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്. എൻസൈം എന്ന് പറയുന്നത് നമ്മളെ ബോഡിയിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള സെൽസിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസംസുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ബയോ കെമിക്കൽ റിയാക്ഷൻസിനെ ക്യാരി ഔട്ട് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. നൗ ദീസ് ആർ സം ജനറൽ പ്രോപ്പർട്ടീസ്. ഇറ്റ് ക്യാൻ സ്പീഡ് അപ്പ് ദ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ കാറ്റലിസ്റ്റ് എങ്ങനെയാണ് കെമിക്കൽ റിയാക്ഷനെ സ്പീഡപ്പ് ചെയ്യുന്നതെന്നൊക്കെ നമ്മൾ +2 തൊട്ട് പഠിച്ചു തുടങ്ങിയതാണ്. ബൈ ലോവറിങ് ദ ആക്ടിവേഷൻ എനർജി. Now enzyme or catalyst can work in either direction. അതായത് ഫോർവേഡും ബാക്ക്വേർഡ് റിയാക്ഷനും അതിനെ ക്യാരി ഔട്ട് ചെയ്യാൻ പറ്റും. ഓൺലി ചേഞ്ച് ദ റേറ്റ് ഓഫ് റിയാക്ഷൻ, നോട്ട് ഇൻ ദ ഇക്വിലിബ്രിയം. അപ്പോൾ ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷനും തമ്മിലൊരു ഇക്വിലിബ്രിയം ഉണ്ട്. ആ ഇക്വിലിബ്രിയത്തിന് മാറ്റം വരുത്താതെ ഏതെങ്കിലും ഒരു സൈഡിലോട്ടുള്ള റേറ്റ് ഓഫ് റിയാക്ഷനെ മാത്രമാണ് സാധാരണഗതിയിൽ എൻസൈം മാറ്റം വരുത്തുന്നത്. ഓക്കെ, only small quantity of enzyme is required for different chemical reaction. These are soluble and work in aqueous solutions. Every enzyme will act with a specific substrate, and also most important thing is the activity of enzyme can be affected by temperature, pH as well as solvent. Now what are the application? These are some general introduction about the enzyme. നമുക്ക് എൻസൈം അല്ല നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്, എൻസൈം ഇമ്മൊബിലൈസേഷൻ ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിൻ്റെ അപ്ലിക്കേഷൻ നമ്മൾ ഇൻട്രൊഡക്ഷനിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ എൻസൈം നമ്മളെ ബോഡിയിൽ നിന്ന് എടുക്കുന്നതോ അല്ലെങ്കിൽ ഒരു ഓർഗാനിസത്തിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്നതോ ആയിട്ടുള്ള എൻസൈമിന് നമ്മളെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ, അതുപോലെ ഡയറി ഇൻഡസ്ട്രിയിൽ, ബീവറേജ് ഇൻഡസ്ട്രിയിൽ, ബേക്കിംഗ് ഇൻഡസ്ട്രിയിലൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അപ്ലിക്കേഷൻസുകളുണ്ട്. ഫോർ എക്സാമ്പിൾ, പെൻസിലിൻ ഓക്സിഡൈസ് എന്ന് പറയുന്ന ഒരു എൻസൈം, അത് ആൻറ്റിബയോട്ടിക് സിന്തസിസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു എൻസൈമാണ്. സോ we can use by using different microbial source like penicillin notatum, penicillin chrysogen ഒക്കെ പെൻസിലിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ അതിലൊക്കെ റിലീസ് ചെയ്യുന്ന ഒരു എൻസൈം എന്ന് പറയുന്നത് പെൻസിലിൻ ഓക്സിഡൈസ് ആണ്. ദെൻ സ്ട്രെപ്റ്റോകൈനേസ് വിച്ച് ഈസ് ആൻ ആൻറ്റി കൊയാഗുലൻ. ദെൻ കൊളാജിനേസ് വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഇൻ സ്കിൻ അൾസേഴ്സ്. നൗ some example for baking industry, അമിലേസ് ബ്രെഡിൻ്റെ ഒക്കെ അതിൻ്റെ ഷെൽഫ് ലൈഫ് കൂട്ടാൻ വേണ്ടിയിട്ട്. ദെൻ ലിപ്പേസ് അതിൻ്റെ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്, കുറച്ച് ചില സാധനങ്ങൾക്ക് അതിൻ്റെ സ്റ്റെബിലിറ്റി കിട്ടാൻ വേണ്ടിയിട്ട്. ദെൻ ഡയറി ഇൻഡസ്ട്രീൻ്റെ കേസിലാണെങ്കിൽ ലാക്ടേസ് എന്ന് പറയുന്ന ഒരു എൻസൈം, അതാണ് ലാക്ടേറ്റിൻ്റെ ഗാലക്ടോസും
ലാക്ടോസുമായിട്ട് ഗ്ലൂക്കോസും ലാക്ടോസുമായിട്ടൊക്കെ ഗാലക്ടോസിനെ സ്പ്ലിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു എൻസൈമാണ് ലാക്ടോസ് എന്ന് പറയുന്നത്. മിൽക്കിൽ അതിൻ്റെ സ്വീറ്റ്നെസ് കൊടുക്കുന്ന ഒരു എൻസൈമാണ് അല്ലെങ്കിൽ ഈ ഗാലക്ടോസ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഇങ്ങനെയുള്ള പല റിയാക്ഷനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എൻസൈംസുകൾ യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ള അപ്ലിക്കേഷൻസുകളൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു എൻസൈമിൻ്റെ അപ്ലിക്കേഷൻ. അപ്പോൾ എൻസൈമിനുള്ളൊരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മളത് ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സിന് യൂസ് ചെയ്യുന്ന സമയത്ത് ഇതൊരു പ്രോട്ടീൻ മെറ്റീരിയലാണ്. അപ്പോൾ ഇത് സാധാരണ പ്രൊഡക്റ്റിൻ്റെ കൂടെ മിക്സ് ചെയ്ത് അത് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെ ഡാമേജ് ആവുന്ന സമയത്ത് നമുക്ക് എൻസൈമിനെ പിന്നെ ഫർദറായിട്ട് യൂസ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇമ്മൊബിലൈസേഷൻ എന്ന് പറയുന്ന സംഗതി ചെയ്യുന്നത്. സോ അങ്ങനെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൽ ഇമ്പോർട്ടൻസ് വരുന്നത്. എൻസൈമിൻ്റെ ആക്ടിവിറ്റി, അതിൻ്റെ ഫങ്ഷണൽ റിയൂസ്, അതിൻ്റെ സ്റ്റെബിലിറ്റി റീറ്റെയിൻ ചെയ്തുകൊണ്ട് ഈ ഒരു എൻസൈമിനെ ഒരു ഇനേർട്ടായിട്ടുള്ള സപ്പോർട്ടിൻ്റെ മുകളിൽ കൺഫൈൻ ചെയ്യുന്ന അല്ലെങ്കിൽ ആങ്കറിങ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് ഇമ്മൊബിലൈസേഷൻ എന്ന് പറയുന്നത്. സോ വി ക്യാൻ ഡിഫൈൻ immobilization as a technique of confining or anchoring an enzyme or a cell in or on an inert support. That inert support is also known as carrier or solid matrix for their stability and functional reuse. അപ്പോൾ ഡെഫിനിഷൻ എഴുതുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഈ കാര്യങ്ങൾ നമ്മൾ നോട്ട് ചെയ്യണം. അതായത് കൺഫൈനിങ് ഓർ ആങ്കറിങ് ആണ്, ഇൻ ഓർ ഓൺ ആണ്. ഇനേർട്ട് സപ്പോർട്ട് മെറ്റീരിയലിൻ്റെ മുകളിൽ ഉള്ളിലോ അല്ലെങ്കിൽ അതിൻ്റെ സർഫസിലോ നമ്മൾ ആങ്കർ ചെയ്യുന്നതാവാം, കൺഫൈൻ ചെയ്യുന്നതാകാം. ഇനി എന്തിനു വേണ്ടിയിട്ടാണ് ഇമ്മൊബിലൈസേഷൻ ചെയ്യുന്നത്? ഫോർ ദെയർ സ്റ്റെബിലിറ്റി ആൻഡ് ഫങ്ഷണൽ റീയൂസ്. ഓക്കെ, അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു immobilization എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുന്നത്. സോ ദാറ്റ് ഈസ് ദ ഡെഫിനിഷൻ ഫോർ ഇമ്മൊബിലൈസേഷൻ. നൗ വാട്ട് ഈസ് ഇമ്മൊബിലൈസ്ഡ് എൻസൈം ഓർ സെൽ? ഇപ്പോൾ ഇമ്മൊബിലൈസ് ചെയ്തിട്ടുള്ള എൻസൈമിനെയോ സെല്ലിനെയോ ആണ് ഇമ്മൊബിലൈസ്ഡ് എൻസൈം ഓർ സെൽസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ്? നേരത്തെ പറഞ്ഞ പോലെ തന്നെ റിപ്പീറ്റഡ്ലി ആൻഡ് കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതിൻ്റെ കാറ്റലിറ്റിക് ആക്ടിവിറ്റി റീറ്റെയിൻ ചെയ്തിട്ട് എൻസൈമിനെയോ സെല്ലിനെയോ ഇമ്മൊബിലൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ അങ്ങനെ ചെയ്തിട്ടുള്ള സെല്ലിനെയാണ് ഇമ്മൊബിലൈസ്ഡ് സെൽസ് ഓർ എൻസൈംസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ സെല്ലെന്ന് നമ്മൾ പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്രോ ഓർഗാനിസം, ബാക്ടീരിയ എന്നൊക്കെ പറഞ്ഞ് യൂണിസെല്ലുലാർ ആയിട്ടുള്ള ഓർഗാനിസംസുകളാണ്. അപ്പോൾ ആസ് സച്ച് അതിനെ തന്നെ നമ്മൾ ഇമ്മൊബിലൈസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റിനെ ഇമ്മൊബിലൈസ്ഡ് എൻസൈമിനെ സെപ്പറേറ്റ് ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ഫങ്ഷണൽ വീണ്ടും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാനൊക്കെ വളരെ എളുപ്പമാണ് എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ, ഇനി ഇത് രണ്ടും കമ്പയർ ചെയ്യുന്ന സമയത്ത്, ഇമ്മൊബിലൈസ്ഡ് എൻസൈമും സെല്ലും കമ്പയർ ചെയ്യുന്ന സമയത്ത് we will prefer immobilized enzyme due to its specificity to yield the support in pure form. അതിൻ്റെ സ്പെസിഫിസിറ്റി കാരണമാണ് നമ്മൾ സെല്ലും എൻസൈമും ഇമ്മൊബിലൈസ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പം എൻസൈം ഇമ്മൊബിലൈസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ പ്രിഫർ ചെയ്യുക. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഇമ്മൊബിലൈസ്ഡ് എൻസൈം ഓർ സെൽ. നൗ ലെറ്റ്സ് സി വാട്ട് ആർ ദ അഡ്വാൻറ്റേജ്. എന്താണ് ഇമ്മൊബിലൈസേഷൻ ചെയ്ത് കഴിഞ്ഞാലുള്ള അഡ്വാൻറ്റേജസ് എന്നുള്ള? ഇത് ജനറൽ ആയിട്ടുള്ള ഇമ്മൊബിലൈസേഷൻ ടെക്നിക്കിൻ്റെ അഡ്വാൻറ്റേജസ് ആണ്. ഇനി ഓരോ മെത്തേഡിനും അതിൻ്റേതായ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജസുകളും നമ്മൾ വേറെ എക്സ്പ്ലെയിൻ ചെയ്യും. ഓക്കെ, സോ ഫസ്റ്റ് വൺ ഈസ് സ്റ്റെബിലിറ്റി. അത് സ്റ്റോർ ചെയ്യുന്ന സമയത്തും അത് നമ്മളൊരു പ്രോസസ്സ് ഓപ്പറേഷണൽ കണ്ടീഷൻസിലൊക്കെ ടെമ്പറേച്ചർ, സോൾവെൻറ്റ്, pH പോലെയുള്ള കണ്ടീഷൻസിലോട്ട് സ്റ്റേബിൾ ആയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. സോ ദാറ്റ് ഈസ് അങ്ങനെ ഇമ്മൊബിലൈസ്ഡ് എൻസൈമുകൾ സ്റ്റേബിൾ ആണ്. ദെൻ സെക്കൻഡ് അഡ്വാൻറ്റേജ് ഈസ് വി ക്യാൻ യൂസ് അഗെയിൻ ആൻഡ് അഗെയിൻ. അപ്പോൾ ഒരേ പ്രോഡക്റ്റ് നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുകൊണ്ട് തന്നെ രണ്ടാമതൊരു മാനുഫാക്ചറിങ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് ആ എൻസൈമിൻ്റെ കോസ്റ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ ഇറ്റ് ഈസ് വെരി ഈസി ടു സെപ്പറേറ്റ്. എഫേർട്ട്ലെസ് സെപ്പറേഷൻ ആണ്. നമ്മളൊരു റിയാക്ഷൻ കഴിഞ്ഞിട്ട് അതിൽ നിന്ന് പ്രൊഡക്റ്റിനെയും നമ്മളെ എൻസൈമിനെയും സെപ്പറേറ്റ് ചെയ്യാൻ ഇമ്മൊബിലൈസ്ഡ് എൻസൈം ആകുമ്പോൾ ആ ഒരു സെപ്പറേഷൻ വളരെ എളുപ്പമാണ് എന്നുള്ളതാണ്. ദെൻ പ്രൊഡക്റ്റ് ആർ
എൻസൈം ഫ്രീ. ഈ സെപ്പറേഷൻ എളുപ്പമായതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന ഫൈനൽ പ്രൊഡക്റ്റിൽ നിന്ന് എൻസൈം ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ മാത്രമാണ് നമുക്ക് കിട്ടുക. ആൻഡ് ദീസ് ആർ ഐഡിയൽ ഫോർ മൾട്ടി എൻസൈം റിയാക്ഷൻ. അപ്പോൾ ഒരേ ഒരു പ്രോസസ്സിൽ തന്നെ ഒന്നിൽ കൂടുതൽ റിയാക്ഷൻസുകൾ ഡിഫറെൻ്റ് എൻസൈംസുകൾ വെച്ച് നടത്തണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇമ്മൊബിലൈസ് ചെയ്തിട്ടുള്ള എൻസൈം യൂസ് ചെയ്യുന്ന സമയത്ത് അത് സ്പെസിഫിക് ആയിട്ടുള്ള സബ്സ്ട്രേറ്റുമായിട്ട് റിയാക്ട് ചെയ്തിട്ട് മൾട്ടി എൻസൈം റിയാക്ഷൻസുകൾ ഒരേ സമയം നമുക്ക് നടത്താൻ പറ്റും എന്നുള്ളതാണ്. വി ക്യാൻ കൺട്രോൾ ദ എൻസൈം ഫങ്ഷൻ വെരി ഈസിലി. Then this is suitable for industrial as well as medicinal use and minimum effluent disposal problem. നമുക്ക് സാധാരണ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് കഴിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഫൈനൽ പ്രൊഡക്റ്റിൽ നിന്ന് പ്യൂരിഫൈ ചെയ്ത് എടുത്തു കഴിഞ്ഞ സാധനത്തിൽ നിന്ന് കുറേ വേസ്റ്റുകൾ വരാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള വേസ്റ്റുകളൊക്കെ ഇത് മാക്സിമം മിനിമൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. നൗ കമ്മിങ് ടു ഡിസ്അഡ്വാൻറ്റേജ്. നമ്മളിങ്ങനെയൊക്കെ ഇമ്മൊബിലൈസേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും എൻസൈം അതിൻ്റെ ആക്ടിവിറ്റി അതിൻ്റെ കൺഫോർമേഷണൽ ചേഞ്ച് ഒക്കെ ഉണ്ടാവുന്ന സമയത്താണ് സാധാരണഗതിയിൽ അതിൻ്റെ എക്സാക്റ്റ് ആക്ടിവിറ്റി കാണിക്കുക. അപ്പോൾ നമ്മൾ ഇമ്മൊബിലൈസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ആക്ടിവിറ്റിയിൽ ഒന്നുകിൽ റിഡക്ഷൻ ഉണ്ടാവാം, അല്ലെങ്കിൽ അതിൻ്റെ ബയോളജിക്കൽ ആക്ടിവിറ്റിയിൽ ലോസ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. Then immobilization process are some costly. We need some sophisticated equipments. So ഇത് കമ്പാരിറ്റീവ്ലി എക്സ്പെൻസീവ് ആണ്, പ്രോസസ്സ് എക്സ്പെൻസീവ് ആണ്. പക്ഷേ ടോട്ടൽ പ്രൊഡക്ഷൻ കോസ്റ്റ് നോക്കുന്ന സമയത്ത് നമുക്കത് ലാഭമായിരിക്കും. കാരണം എൻസൈമിൻ്റെ ചിലവ് പിന്നെ വരുന്നില്ല, ആ എൻസൈം തന്നെ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റുമെന്നുള്ളതുകൊണ്ട്. പക്ഷേ വി നീഡ് സം സൊഫിസ്റ്റിക്കേറ്റഡ് എക്യുപ്മെൻറ്റ്, സോ ഇറ്റ് വിൽ ബി എക്സ്പെൻസീവ് ഫോർ ഇമ്മൊബിലൈസേഷൻ. ദെൻ മാസ് ട്രാൻസ്ഫർ ഈസ് ഇൻഹിബിറ്റഡ്. ചില സമയത്ത് എൻസൈം ഒരുമിച്ച് ആക്ട് ചെയ്യേണ്ടി വരും, കോൺസെൻട്രേഷനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. ഇവിടെ ഇമ്മൊബിലൈസ്ഡ് എൻസൈം എന്ന് അത്ര പെട്ടെന്ന് എല്ലാ എൻസൈമും കൂടി ഒരുമിച്ച് ആക്ട് ചെയ്യില്ല, വളരെ പതുക്കെ മാത്രമേ ഡിഫ്യൂസ് ചെയ്യുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളൊരു മാസ് ട്രാൻസ്ഫർ, പെട്ടെന്ന് ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്മൊബിലൈസേഷൻ മെത്തേഡിൽ അല്ലെങ്കിൽ ഇമ്മൊബിലൈസ് ചെയ്തിട്ടുള്ള എൻസൈം യൂസ് ചെയ്യുന്ന സമയത്ത് ആ ഒരു പ്രോസസ്സ് നമുക്ക് കിട്ടില്ല. ദെൻ റിഡ്യൂസ്ഡ് ആക്ടിവിറ്റി ഓഫ് എൻസൈം. സംടൈം ബേസ്റ്റിംഗ് ഓഫ് ഇമ്മൊബിലൈസേഷൻ മീഡിയ മേ ഒക്കർ. നമ്മൾ ഒരു തിയററ്റിക്കലായിട്ട് പറയുകയാണ്, ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടുന്നു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ചില സമയത്ത് നമ്മൾ എൻട്രാപ്പ് ചെയ്തിട്ടുള്ള എൻസൈംസുകൾ അല്ലെങ്കിൽ ഇമ്മൊബിലൈസ്ഡ് ചെയ്തിട്ടുള്ള എൻസൈംസുകൾ ബേസ്റ്റ് ചെയ്ത് ടോട്ടൽ ലീക്കേജ് ഉണ്ടാവാനുള്ള ചാൻസുകളുണ്ട്. എൻസൈം ക്യാൻ ലീക്ക് ഔട്ട് ഓഫ് ഇമ്മൊബിലൈസേഷൻ മീഡിയ. ദീസ് ആർ ദ ഡിഫറെൻറ്റ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഇമ്മൊബിലൈസേഷൻ. നൗ കമ്മിങ് ടു ദ സപ്പോർട്ടിംഗ് മെറ്റീരിയൽ. അപ്പോൾ നമ്മൾ ഡെഫിനിഷനിൽ പറഞ്ഞ സമയത്ത് തന്നെ we are confining or anchoring on an inert support or on an inert support material എന്ന് പറഞ്ഞു. അപ്പോൾ എന്തൊക്കെയാണ് ഈ സപ്പോർട്ട് മെറ്റീരിയലിൻ്റെ ഐഡിയൽ പ്രോപ്പർട്ടീസ് എന്നുള്ളതാണ്. ഇറ്റ് ഷുഡ് ബി ഇനേർട്ട്. ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞാൽ അത് ഇനേർട്ടായിരിക്കണം, അതിന് ബയോളജിക്കലായിട്ട് യാതൊരു ആക്ഷനും ഉണ്ടാവാൻ പാടില്ല, അതിൻ്റെ ആക്ഷനെ റെഡ്യൂസ് ചെയ്യാനും പാടില്ല എന്നുള്ളത്. രണ്ടാമത്തത് നമുക്ക് ഏറ്റവും ചീപ്പായിട്ടുള്ള സാധനം കിട്ടുകയും വേണം, ലോ കോസ്റ്റ്ലി ആയിട്ടായിരിക്കണം, എക്കോ ഫ്രണ്ട്ലി ആയിട്ടായിരിക്കണം. നമ്മൾ എൻസൈം ഇമ്മൊബിലൈസേഷൻ ചെയ്യുന്നത് തന്നെ ഫർദർ റീയൂസ് കുറക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രോസസ്സിന് ഡീഗ്രേഡ് ചെയ്യാത്ത പ്രൊഡക്റ്റുകളൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇമ്മൊബിലൈസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് എക്കോ ഫ്രണ്ട്ലി. ദെൻ ഇറ്റ് ഷുഡ് ബി സ്റ്റേബിൾ, ഫോർ തെർമൽ ആൻഡ് മെക്കാനിക്കൽ റെസിസ്റ്റൻസ് ഉണ്ടാവണം. റീജനറേറ്റബിലിറ്റി, അത് വീണ്ടും വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന സപ്പോർട്ടുകളായിരിക്കണം. ഇറ്റ് ഷുഡ് എൻഹാൻസ് ദ എൻസൈം സ്പെസിഫിസിറ്റി. എൻസൈം എന്ന് പറഞ്ഞാൽ സ്പെസിഫിക് ആയിട്ടുള്ള സബ്സ്ട്രേറ്റിനുമായിട്ട് ബൈൻഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ആ സ്പെസിഫിസിറ്റി എൻഹാൻസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ആയിരിക്കണം. ഏബിൾ ടു പാക്ക് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് എൻസൈം. ചെറിയൊരു സ്മോൾ ക്വാണ്ടിറ്റിയിൽ തന്നെ കൂടുതൽ എൻസൈമിനെ പാക്ക് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള മെറ്റീരിയൽ ആയിരിക്കണം. ദെൻ പ്രിവെൻറ്റ് അൺഡിസൈർഡ് പ്രോട്ടീൻ ഡിസോപ്ഷൻ ആൻഡ് സാച്ചുറേഷൻ. It should have antimicrobial and non-specific adsorption property. So these are some ideal properties of supporting material or supporting carriers or matrix. അങ്ങനെ പല പേരിലും ഇത് നമ്മൾ പറയുന്നുണ്ട്. Okay. Now what are the different classes of supporting material? The solid inert supporting carrier material can be mainly classified into inorganic and organic. Inorganic include alumina, silica gel, calcium phosphate gel, glass, metal oxide, zirconia, ceramics and charcoal. These are some examples of inorganic supporting material or inorganic carrier material. Now organic carrier material is again divided into two, natural and synthetic. നാച്ചുറൽ എന്ന് പറയുമ്പോൾ നമുക്ക് നാച്ചുറൽ ഒറിജിനിൽ കിട്ടുന്ന ഓർഗാനിക്,
ഓക്കെ. അപ്പോൾ അതിൽ ആൽജിനേറ്റ്, ചീറ്റോസാൻ, കൊളാജൻ, കരാജിനൻ, gelatin, cellulose, starch, pectin, albumin. These are example for natural organic carrier material. And then synthetic material ആണ് polystyrene, polyvinyl chloride, polyacrylate, polyamide, glutaraldehyde, activated nylon, diethyl amino ethyl cellulose or DEAE cellulose, then DEAE Cefadex and polyethylene glycol. അപ്പോൾ ഇതാണ് കുറച്ച് സപ്പോർട്ടിംഗ് മെറ്റീരിയൽസിനുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നത്, ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൽ ഉള്ള ഏതെങ്കിലും സ്പെസിഫിക് ആയിട്ടുള്ള കുറച്ച് സാധനങ്ങളായിരിക്കും നമ്മളെ ഇമ്മൊബിലൈസേഷൻ മെത്തേഡ്സിൽ യൂസ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. സോ ദീസ് ആർ സം എക്സാമ്പിൾസ് ഓഫ് ഇനോർഗാനിക് കാരിയേഴ്സ്. സിയോലൈറ്റ് എന്നൊക്കെ പറയുന്നത് ഗ്ലൂക്കോസ് ഓക്സിഡൈസ് എൻസൈമിനെ ഇമ്മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സെറാമിക്സ് ലിപ്പേസ് എൻസൈമിനെ ഇമ്മൊബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. സെല്ലുലേറ്റ്, ലിപ്പേസ്, പോളിഫിനൈൽ ഓക്സിഡൈസ് എന്ന് പറയുന്ന എൻസൈമിനെ ചെയ്യാൻ വേണ്ടി അതിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോപ്പർട്ടീസുകളൊക്കെയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് വായിച്ചോളാം. ദെൻ ആൽജിനേറ്റ്, ദീസ് ആർ നാച്ചുറൽ ഓർഗാനിക് കാരിയർ. ആൽജിനേറ്റ്, ചീറ്റോസാൻ, കൊളാജൻ, കാരാക്കിൻ. അപ്പോൾ അതിനൊക്കെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എൻസൈമുകളെ ഇമ്മൊബിലൈസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ. ദെൻ സിന്തറ്റിക് ഓർഗാനിക് കാരിയേഴ്സ് ലൈക്ക് amberlate and DEAE cellulose for enzyme immobilization of alpha amylase, polyvinyl chloride, cyclodextrin and glucosyl transferase enzyme, polyethylene glycol, white radish peroxidase enzyme. So these are some examples of synthetic organic carriers. Now coming to the important portion of the enzyme immobilization. ഇപ്പോൾ എൻസൈം ഇമ്മൊബിലൈസേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് മെയിനായിട്ട് 5 മെത്തേഡ്സിലാണ് ചെയ്യുന്നത്. ഫസ്റ്റ് വൺ ഈസ് അഡ്സോപ്ഷൻ. ആദ്യം തന്നെ ഇതൊന്ന് എൻലിസ്റ്റ് ചെയ്യാൻ പേരെഴുതാൻ നിങ്ങൾ പഠിക്കുക. അഡ്സോപ്ഷൻ, എൻട്രാപ്മെൻറ്റ്, മൈക്രോ എൻകാപ്സുലേഷൻ, കോവാലന്റ് ബൈൻഡിങ് ആൻഡ് ക്രോസ് ലിങ്കിങ്. സോ എൻസൈം ഇമ്മൊബിലൈസേഷൻ ബൈ അഡ്സോപ്ഷൻ, എൻസൈം ഇമ്മൊബിലൈസേഷൻ ബൈ എൻട്രാപ്മെൻറ്റ്, എൻസൈം ഇമ്മൊബിലൈസേഷൻ ബൈ മൈക്രോ എൻകാപ്സുലേഷൻ, കോവാലന്റ് ബൈൻഡിങ്, ക്രോസ് ലിങ്കിങ്. പേര് കേൾക്കുന്ന സമയത്ത് തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ടാവും എന്താണ് ഈ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ. ഈ ഒരു പിക്ചറും കൂടി കണ്ടു കഴിഞ്ഞാൽ കുറച്ചും കൂടി ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും. അഡ്സോപ്ഷൻ എന്ന് പറയുന്ന സമയത്ത് ഇനേർട്ട് മെറ്റീരിയലിൻ്റെ സർഫസിൽ അഡ്സോർബ് ചെയ്യുക എന്ന് പറയുന്ന പ്രോസസ്സാണ്. ദിസ് വിൽ ബി ആൻ റിവേഴ്സിബിൾ പ്രോസസ് ആൻഡ് ദിസ് വിൽ ബി ആൻ വീക്ക് പ്രോസസ് ആൻഡ് ദിസ് വിൽ ബി ബൈ വീക്ക് വാണ്ടർവാൾ ഫോഴ്സ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അത് റിവേഴ്സിബിൾ ആണ്, അത് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാനുള്ള ചാൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി അടുത്തതാണ് കോവാലന്റ് ബൈൻഡിങ്. പേര് പറയുന്ന പോലെ തന്നെ കോവാലന്റ് ബോണ്ട് ഫോം ചെയ്യുക, കാരിയറും എൻസൈമും തമ്മിലൊരു കോവാലന്റ് ബോണ്ട് ചെയ്യുക എന്നുള്ളത്. നൗ എൻട്രാപ്മെൻറ്റ്, ഒരു മാട്രിക്സിൻ്റെ അകത്ത് എൻട്രാപ്പ് ചെയ്യുന്ന എൻസൈം ഇമ്മൊബിലൈസേഷൻ പ്രോസസ്സിനെയാണ് എൻട്രാപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ ക്രോസ് ലിങ്കിങ്, ഒരു എൻസൈം, ഇവിടെ മാട്രിക്സിൻ്റെ ആവശ്യം ശരിക്കും സാധാരണഗതിയിൽ നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. എൻസൈംസുകൾ തമ്മിൽ തന്നെ ഇന്റർലിങ്ക് ചെയ്ത് നിൽക്കുന്ന രീതിയിലുള്ള ഇമ്മൊബിലൈസേഷൻ മെത്തേഡാണ് ക്രോസ് ലിങ്കിങ് എന്ന് പറയുന്നത്. ആൻഡ് എൻകാപ്സുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻസൈമിൻ്റെ ചുറ്റും ഒരു ലെയർ ഫോം ചെയ്തിട്ട് അതിനെ ഇമ്മൊബിലൈസ് ചെയ്യാം. ഓക്കെ. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് എൻസൈം ഇമ്മൊബിലൈസേഷൻ. ഇനി ഓരോ മെത്തേഡായിട്ട് നോക്കാം. അപ്പോൾ ഇതിൽ നമുക്ക് ഓരോ മെത്തേഡിലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ എവിടെ അത് ബൈൻഡ് ചെയ്യുന്നു എന്നുള്ളത്, എങ്ങനെ, ഏത് ബൈൻഡിങ് ഫോഴ്സ് ആണ് അവിടെ വരുന്നത് എന്നുള്ളത്, റിവേഴ്സിബിൾ ആണോ ഇറിവേഴ്സിബിൾ ആണോ എന്നുള്ളത്, pH സോൾവെന്റ് മാറുന്നതിനനുസരിച്ച് എന്തെങ്കിലും പ്രോബ്ലം വരാനുണ്ടോ എന്നുള്ളത്, അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജസ്, ഡിഫറെൻറ്റ് മെത്തേഡ്സ്, കുറച്ച് എക്സാമ്പിൾസുകൾ. ഇത്രയും കാര്യങ്ങളാണ് ഓരോ മെത്തേഡിലും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്. ഓക്കെ. സോ ഫസ്റ്റ് വൺ, ഇമ്മൊബിലൈസേഷൻ ബൈ അഡ്സോപ്ഷൻ. അപ്പോൾ പേര് പറയുന്ന പോലെ തന്നെ ദർ ഈസ് എൻ ഫിസിക്കൽ ബൈൻഡിങ് ഓൺ ദ സർഫസ് ഓഫ് ആൻ ഇൻസോളിബിൾ ഇനേർട്ട് മെറ്റീരിയൽ. ഇവിടെ ഇൻസോളിബിൾ ഇനേർട്ട് മെറ്റീരിയലിൻ്റെ സർഫസിലുള്ള ഒരു ഫിസിക്കൽ ബൈൻഡിങ് ആണ് നടക്കുന്നത് ഇമ്മൊബിലൈസേഷൻ ബൈ അഡ്സോപ്ഷൻ എന്ന് പറയുന്ന മെത്തേഡിൽ. ആൻഡ് ദ ബൈൻഡിങ് ഫോഴ്സസ് ആർ വീക്ക്, അയോണിക്, ഹൈഡ്രോഫോബിക്, ഹൈഡ്രജൻ ബോണ്ട് ഓർ വാണ്ടർവാൾ ഫോഴ്സ്. അത് വീക്ക് ആയതുകൊണ്ട് തന്നെ this is very simple process and also this is very reversible. അപ്പോൾ എന്തൊക്കെയാണ് റിവേഴ്സിബിൾ ആവാനുള്ള കാരണക്കാരുണ്ടാവുക? മൈനർ ചേഞ്ച് ഇൻ pH, നാച്ചുറൽ സോൾവെന്റ്,
concentration of enzyme or concentration of adsorbent, അയോണിക് സ്ട്രെങ്ത് ഓർ ടെമ്പറേച്ചർ. ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഫിസിക്കൽ ബൈൻഡിങ് റിവേഴ്സിബിൾ ആയിട്ട് ഇമ്മൊബിലൈസ് ചെയ്തിട്ടുള്ള എൻസൈം ആ സോളിബിൾ ആയിട്ടുള്ള ഇനേർട്ട് സപ്പോർട്ടിൻ്റെ മുകളിൽ നിന്ന് തിരിച്ചു വരാനുള്ള ചാൻസ് ഉണ്ട്, ഡിസോപ്ഷൻ സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, നൗ one of the major influence on the quantity of enzyme adsorbed depend on the enzyme concentration to the unit surface of the carrier. So activity will increases with increasing enzyme concentration up to an saturation level, then it will decrease. അപ്പോൾ ഇവിടെ നമ്മൾ കാരിയർ പ്രോട്ടീൻസുകൾ ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആണ് കൊടുക്കുന്നത്. അതിനേക്കാളും കൂടുതൽ നമ്മൾ എൻസൈം കോൺസെൻട്രേഷൻ യൂസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു സമയം വരെ എൻസൈം ഇമ്മൊബിലൈസേഷൻ പ്രോസസ്സ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സാച്ചുറേഷൻ വാല്യൂവിലെത്തിയും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ സ്പെസിഫിക് ആക്ടിവിറ്റി ഡിക്രീസ് ചെയ്യാൻ ചോദിക്കും. എൻസൈമിൻ്റെ ആക്ടിവിറ്റിയും ഡിക്രീസ് ചെയ്യാൻ നോക്കും, അതുപോലെ ഈ പറയുന്ന ഇമ്മൊബിലൈസേഷൻ പ്രോസസ്സ് എന്ന് പറയുന്ന പ്രോസസ്സും ഡിക്രീസ് ചെയ്യും. ഓക്കെ, നൗ വാട്ട് ആർ ദ അഡ്വാൻറ്റേജ്? നോ പോർ ഡിഫ്യൂഷൻ ലിമിറ്റേഷൻ. കാരണം ഇത് സർഫസിലാണ് അഡ്സോർബ് ചെയ്ത് നിൽക്കുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എൻസൈം പെട്ടെന്ന് റിലീസ് ചെയ്ത് എൻസൈമിൻ്റെ ആക്ടിവിറ്റി കാണിക്കാൻ പറ്റും എന്നുള്ളതാണ് ആദ്യത്തെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത്. ഈസി ടു ക്യാരി ഔട്ട്, ജസ്റ്റ് മിക്സ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഒരു അഡ്സോർബൻറ്റുമായിട്ട് എൻസൈമിനെ മിക്സ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ ഈ ഒരു പ്രോസസ്സ് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദർ ഈസ് നോ റിയേജൻറ്റ് റിക്വയർഡ്. അഡ്സോർപ്ഷനും ഫിസിക്കൽ പ്രോസസ്സാണ്. ജസ്റ്റ് അഡ്സോർബൻ്റ് എടുക്കുക, അതിലോട്ട് എൻസൈം ആഡ് ചെയ്യുക എന്ന് പറയുന്നത് മാത്രമാണ്. വേറൊരു റിയേജൻറ്റിൻ്റെ ആവശ്യം ഇവിടെ വരുന്നില്ല. Minimum activation step, comparatively cheap method, less disruptive than chemical method, no reactive force are involved, no conformational change. That is an important thing. ഇവിടെ എൻസൈമിൻ്റെ ആക്ടിവിറ്റി നഷ്ടപ്പെടാൻ ചാൻസ് വളരെ കുറവാണ്. കാരണം ഇവിടെ കൺഫോമേഷണൽ ചേഞ്ചസുകളൊന്നും വരുന്നില്ല. നേരിട്ട് അതിൻ്റെ മുകളിൽ ഒരു ഫിസിക്കൽ ബൈൻഡിങ് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. കെമിക്കൽ ചേഞ്ചസുകളൊന്നും വരുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ there is no reactive forces, there is no conformational change, there is no loss of activity or reduction of activity of enzyme. But there are disadvantages. Disruption of enzyme may occur with minor changing pH. pH മാറുന്നതിനനുസരിച്ച് നമ്മൾ ചെയ്ത ഇമ്മൊബിലൈസേഷൻ ഡിസോപ്ഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. But enzyme immobilization is less efficient because of this change. നമ്മൾ എന്തായാലും ഒരു കെമിക്കൽ പ്രോസസ്സൊക്കെ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ടെമ്പറേച്ചറും pH ഒക്കെ ചേഞ്ച് ആവും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് നമ്മളൊരു ഇമ്മൊബിലൈസ്ഡ് എൻസൈം അഡ്സോപ്ഷൻ മെത്തേഡ് വഴി യൂസ് ചെയ്തിട്ടുള്ള ഇമ്മൊബിലൈസ്ഡ് എൻസൈം യൂസ് ചെയ്യുന്നത് ലെസ് എഫിഷ്യൻ്റ് ആണ് പ്രൊഡക്റ്റ് ഈൽഡ് നോക്കുന്ന സമയത്ത്. ഓക്കെ, നൗ വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് അഡ്സോപ്ഷൻ? ഫസ്റ്റ് മെത്തേഡ് ഈ സ്റ്റാറ്റിക് പ്രോസസ്സ്. സ്റ്റാറ്റിക് എന്ന് പേര് പറയുന്ന പോലെ തന്നെ ഒന്നും ചെയ്യാതെ വെറുതെ മിക്സ് ചെയ്യാം. ജസ്റ്റ് അലോയിങ് ദ സൊല്യൂഷൻ കണ്ടെയ്നിങ് എൻസൈം ടു കോണ്ടാക്ട് വിത്ത് ദ കാരിയർ. അവിടെ നമ്മൾ സ്റ്റിർ ചെയ്യുന്നില്ല എന്നുള്ളതാണ് സ്റ്റാറ്റിക് പ്രോസസ്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് മെത്തേഡ് ഈസ് ഡൈനാമിക് ബാച്ച് പ്രോസസ്സ്. ഇപ്പോൾ നമുക്ക് അഡ്സോർബ് ചെയ്യേണ്ട അഡ്സോർബൻറ്റും എൻസൈമും ഒരു ബീക്കറിൽ ബാച്ച് വൈസ് ആയിട്ട് എടുക്കുക. ദെൻ ബൈ സ്റ്റിറിങ് ഓർ മെക്കാനിക്കൽ അജിറ്റേഷൻ വഴി അതിനൊന്ന് മിക്സ് ചെയ്യുക. അതാണ് ഡൈനാമിക് ബാച്ച് പ്രോസസ്സ് എന്ന് പറയുന്നത്. ദെൻ റിയാക്ടർ ലോഡിംഗ് പ്രോസസ്സ്. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ്സാണ്. നമ്മൾ ഒരു സൈഡിൽ നിന്ന് അതിലോട്ട് നമ്മൾ എൻസൈം ആഡ് ചെയ്തുകൊണ്ടിരിക്കുക, അതിനനുസരിച്ച് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് അഡ്സോർബൻറ്റും ആഡ് ചെയ്തുകൊണ്ടിരിക്കുക, എന്നിട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് ഇമ്മൊബിലൈസ്ഡ് എൻസൈമിനെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ദെൻ ഫോർത്ത് മെത്തേഡ് ഈസ് ഇലക്ട്രോഡ് പൊസിഷൻ പ്രോസസ്സ്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു കാരിയർ ഇലക്ട്രോഡിൻ്റെ അടുത്ത് നമ്മൾ പ്ലേസ് ചെയ്യുന്നു, എന്നിട്ട് അതിലോട്ട് നമ്മൾ എൻസൈം ആഡ് ചെയ്തതിന് ശേഷം അതിലോട്ട് കറണ്ട് പാസ് ചെയ്യിക്കുന്നു. അപ്പോൾ കറണ്ടിൽ ഉണ്ടാവുന്ന അതിൻ്റെ മൈഗ്രേഷൻ കാരണം എൻസൈംസുകൾ അതിൻ്റെ അഡ്സോർബൻറ്റിൻ്റെ മുകളിൽ അതിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് അവിടെ അഡ്സോർപ്ഷൻ നടക്കുക എന്നുള്ളതാണ് ഇലക്ട്രോൺ പൊസിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ് ഫോർ ഇമ്മൊബിലൈസേഷൻ ബൈ അഡ്സോർപ്ഷൻ മെത്തേഡ്. നൗ കമ്മിങ് ടു സം എക്സാമ്പിൾ. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഇമ്മൊബിലൈസേഷൻ പ്രോസസ്സിനുള്ള കുറച്ച് എക്സാമ്പിൾസുകളാണ്. ആൽഫ അമിലേസ് ഓൺ കാൽസ്യം ഫോസ്ഫേറ്റ്, ദെൻ catalase enzyme on charcoal, glucose oxidase on cellophane, invertase on charcoal or DEAE Sephadex, amyloglucosidase on agarose. These are some examples of enzyme which are immobilized by adsorption method. Okay, so that is the first method, immobilization by adsorption. Now coming to the second method, immobilization by entrapment.
ദിസ് ഈസ് ആൾസോ എ ഫിസിക്കൽ പ്രോസസ്. ഒരു ഫിസിക്കലായിട്ടുള്ള പ്രോസസ്സാണ്. ഇവിടെ കെമിക്കൽ റിയാക്ഷൻ ഒന്നും നടക്കുന്നില്ല. ദിസ് ഈസ് എ ഫിസിക്കൽ എൻട്രാപ്മെൻറ്റ് ഇൻസൈൻ ആൻഡ് വാട്ടർ സോളിബിൾ പോളിമർ. അപ്പോൾ അഡ്സോപ്ഷൻ്റെ കേസിൽ നമ്മൾ വാട്ടർ ഇൻസോളിബിൾ ആയിട്ടുള്ള ഒരു പോളിമറാണ് എടുത്തത്. ഇവിടെ വാട്ടർ സോളിബിൾ ആയിട്ടുള്ള പോളിമറിൻ്റെ അകത്ത് അല്ലെങ്കിൽ ജെൽ മാട്രിക്സിൻ്റെ അകത്ത് ഫിസിക്കലായിട്ട് എൻട്രാപ്പ് ചെയ്യുക, എൻസൈമിനെ എൻട്രാപ്പ് ചെയ്യുക എന്ന പ്രോസസ്സാണ് ഫിസിക്കൽ എൻട്രാപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇവിടെ വീക്ക് ഫോഴ്സ് ആണ്. വെൻ കമ്പയർ വിത്ത് ദ അഡ്സോപ്ഷൻ ദിസ് ഈസ് മോർ സ്ട്രെങ്ത് ഉണ്ട്. ഇതിന് കുറച്ചും കൂടി സ്ട്രെങ്ത് ഉള്ള സാധനമാണ് എൻട്രാപ്മെൻറ്റ് മെത്തേഡിലുള്ള എൻസൈം ഇമ്മൊബിലൈസേഷൻ എന്ന് പറയുന്നത്. കോവാലന്റ് ബൈൻഡിങ്ങോ അല്ലെങ്കിൽ നോൺ കോവാലന്റ് ബോണ്ടിങ്ങോ ആയിരിക്കാം ഇവിടെയുള്ള ബൈൻഡിങ് ഫോഴ്സ് എന്ന് പറയുന്നത്. Now, how can we adjust or how can we retain the enzyme? ഇപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എൻസൈമിൻ്റെ അതിനെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പോളിമറിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടുന്നതിനനുസരിച്ച് ഈ മാട്രിക്സിൻ്റെ പോർ സൈസ് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മൾ ഈ കോൺസെൻട്രേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ പോർ സൈസ് റെഡ്യൂസ് ചെയ്യും. പോർ സൈസ് കൂടുന്നതിനനുസരിച്ച് എൻസൈമും ഒരു ജെല്ലിൻ്റെ അകത്ത് എൻട്രാപ്പ് ചെയ്യാനുള്ള ചാൻസ് കൂടും എന്നുള്ളത് കൊണ്ട് എഫിഷ്യൻസി കൂടിക്കൊണ്ടിരിക്കും. നേരെ തിരിച്ച് അതിന് കൂടി ഒരു കാര്യം കൂടി നമ്മൾ ചിന്തിക്കണം. ഈ എൻസൈം പുറത്തോട്ട് ഡിഫ്യൂസ് ചെയ്തിട്ട് വേണം ഒരു ബയോളജിക്കൽ പ്രോസസ്സ് അല്ലെങ്കിൽ ഒരു കാറ്റലറ്റിക് പ്രോസസ്സ് നടത്താൻ. ആ സമയത്ത് എന്ത് ഉണ്ടാവണം? കൂടുതൽ അത് കോൺസെൻട്രേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ കൂടുതൽ അതിൻ്റെ സൈസ് റെഡ്യൂസ് ആവും, എൻസൈം റിലീസ് ചെയ്യാത്ത പ്രോബ്ലവും വരാനുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. ആൻഡ് ദിസ് ഈസ് ആൾസോ നോൺ ആസ് ലാറ്റിസ് എൻട്രാപ്മെൻറ്റ്. ഈ ഒരു എൻസൈം ഇമ്മൊബിലൈസേഷൻ ബൈ എൻട്രാപ്മെൻറ്റിന് വേറൊരു പേരും കൂടി ഉണ്ട്, ലാറ്റിസ് എൻട്രാപ്മെൻറ്റ്. The enzyme is not subjected to strong binding force and structural distortion. ഇവിടെ ഒരു ഫിസിക്കൽ പ്രോസസ്സ് മാത്രമാണ് നടക്കുന്നത്. Some deactivation may occur due to changing pH, temperature and addition of water. അഡ്സോപ്ഷനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് കുറച്ചും കൂടി സ്റ്റേബിൾ ആണ്. പക്ഷേ എന്നാലും ചെറിയ ഡീആക്ടിവേഷൻ ഉണ്ടാവാനുള്ള ചാൻസസുകളുണ്ട്. പി എച്ച് മാറുന്നതിനനുസരിച്ച്, ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ സോൾവെൻ്റ് ആഡ് ചെയ്യുന്നതിനനുസരിച്ച്. Now, what are the different matrix used for immobilization by entrapment? Alginate, polyacrylamide, collagen, gelatin, starch, cellulose and silicone rubber. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ സാധനങ്ങളൊക്കെ ഒരു സെമി സോളിഡ് സ്ട്രക്ചർ ഉള്ളതാണ്, ഒരു ജെൽ കൺസിസ്റ്റൻസി ഉള്ള സംഗതികളാണ് എൻട്രാപ്മെൻറ്റിന് യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസുകളൊക്കെ. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ ഒരു പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതാണ്. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഓഫ് എൻട്രാപ്മെൻറ്റ്? ഫസ്റ്റ് വൺ ഈസ് എൻസൈം ഇൻക്ലൂഷൻ ഇൻ ജെൽ ബൈ എൻട്രാപ്മെൻറ്റ് ഓഫ് ഇൻസൈഡ് ആൻഡ് ജെൽ. ഈ ഒരു എൻസൈമിനെ ഒരു ജെല്ലിൻ്റെ അകത്ത് എൻട്രാപ്പ് ചെയ്യാം. ദെൻ എൻസൈം ഇൻക്ലൂഷൻ ഇൻ ഫൈബർ മാട്രിക്സിൻ്റെ അകത്ത് ഇതിനെ എൻട്രാപ്പ് ചെയ്യാം. എൻസൈം ഇൻക്ലൂഷൻ ഇൻ മൈക്രോ ക്യാപ്സ്യൂൾ, അടുത്തൊരു മെത്തേഡായിട്ടും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതാണ്. എൻട്രാപ്മെൻറ്റ് മെത്തേഡിൻ്റെ ഒരു മെത്തേഡാണ് മൈക്രോ എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. ഈ എൻസൈമിനെ ഒരു മൈക്രോ ക്യാപ്സ്യൂൾ മാട്രിക്സ് അല്ലെങ്കിൽ ഒരു പോളിമറിൻ്റെ ഇൻസൈഡിൽ അതിനെ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഇൻക്ലൂഷൻ ഇൻ മൈക്രോ ക്യാപ്സ്യൂൾസ് എന്ന് പറയുന്നത്. ഓക്കെ, നൗ വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ്? ദിസ് ഈസ് ഫാസ്റ്റ് ആൻഡ് ചീപ്പ് മെത്തേഡ്, relatively benign attachment method when compared with the adsorption, easy to practice at small scale, mild conditions only required for this process, less chance of conformational changes. But there are some disadvantages. Cell or enzyme leakage from matrix, consistency മാറിക്കഴിഞ്ഞാൽ ലീക്കേജ് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. സം എൻസൈം മേ ഡീആക്ടിവേറ്റ്, കോൺസെൻട്രേഷൻ പി എച്ച് മാറുന്നതിനനുസരിച്ച് ഡീആക്ടിവേഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ഇതെല്ലാം നാച്ചുറൽ ഒറിജിനുള്ള പോളിമറാണ് ഇവിടെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തത്, ആൽജിൻ, കോളാജിൻ, ജെലാറ്റിൻ ഒക്കെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ദർ ആർ ചാൻസസ് ഓഫ് മൈക്രോബിയൽ കണ്ടാമിനേഷൻ ആൻഡ് ഇറ്റ് ഹാവ് ആൻ പ്യുവർ ഡിഫ്യൂഷൻ. കൂടുതൽ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ അതിൻ്റെ സോളിഡ് നേച്ചറിലോട്ട് ഈ ഒരു ജെൽ കൺസിസ്റ്റൻസി വിട്ട് സോളിഡ് നേച്ചറിലോട്ടൊക്കെ പോകുന്ന സമയത്ത് അതിൻ്റെ അകത്തുനിന്ന് ഈ എൻസൈം ഡിഫ്യൂസ് ആവാനുള്ള ചാൻസ് കുറയുക എന്നുള്ളത് അടുത്ത ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, നൗ കമ്മിങ് ടു ദ തേർഡ് മെത്തേഡ്, ദാറ്റ് ഈസ് മൈക്രോ എൻക്യാപ്സുലേഷൻ, ഇമ്മൊബിലൈസേഷൻ ബൈ മൈക്രോ എൻക്യാപ്സുലേഷൻ. നേരത്തെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, എൻട്രാപ്പ് മെത്തേഡിൻ്റെ ഒരു ടൈപ്പ് പ്രോസസ്സാണ് മൈക്രോ എൻക്യാപ്സുലേഷൻ എന്ന് പറയുന്നത്. We can define microencapsulation as a process of formation of spherical particle
wherein a liquid or suspension of enzyme is enclosed in a semi-permeable membrane. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യുന്നത് എൻസൈമിനെ ഒരു സെമി പെർമിയബിൾ മെംബ്രെയിന് വെച്ചിട്ട് എൻക്ലോസ് ചെയ്യിക്കുക എന്നുള്ളതാണ്. ആൻഡ് ദിസ് മെംബ്രെയിൻ മേ ബി പോളിമറിക്, ലിപ്പോയിഡൽ, ലിപ്പോപ്രോട്ടീൻ ബേസ്ഡ് or non-ionic in nature. Example like nitrocellulose or nylon can be used as a polymer for entrapment of enzyme inside and spherical particle. Okay. Now എന്തൊക്കെയാണ് ഇതിൻ്റെ സ്റ്റെപ്പ് എന്നുള്ളതാണ്. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് സ്പെഷ്യൽ മെംബ്രെയിൻ റിയാക്ടർ ബിൽഡ് ചെയ്യണം. ദെൻ വി ഹാവ് ടു ഫോർമുലേറ്റ് എ ഇമൾഷൻ. Then we have to stabilize the emulsion to form microcapsule. So this is the method of microencapsulation. We will take organic solvent and aqueous solution of enzyme in a beaker and we will mix with a stirrer, and to this we will add the polymer to that to be encapsulated. ഏത് പോളിമർ വെച്ചിട്ടാണോ എൻകാപ്സുലേറ്റ് ചെയ്യേണ്ടത് ആ പോളിമർ ഓർഗാനിക് സോൾവെൻറ്റ് പ്ലസ് അക്വസ് എൻസൈം സൊല്യൂഷൻ്റെ മിക്സ്ചറിലോട്ട് ആഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എൻസൈമിന് ചുറ്റും ഈ കൊടുത്തിരിക്കുന്ന പോളിമർ വെച്ച് എൻകാപ്സുലേറ്റ് ചെയ്തിട്ടുള്ള ഇമ്മൊബിലൈസ്ഡ് എൻസൈംസുകൾ നമുക്ക് ഫോർമുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ ഇമ്മൊബിലൈസേഷൻ പ്രോസസ് ബൈ മൈക്രോ എൻകാപ്സുലേഷൻ മെത്തേഡ്. നൗ വാട്ട് ആർ ദ അഡ്വാൻറ്റേജ്? ചീപ്പ് ആൻഡ് സിമ്പിൾ. ലാർജ് ക്വാണ്ടിറ്റി ഓഫ് എൻസൈം ക്യാൻ ബി ഇമ്മൊബിലൈസ്ഡ്. കൂടുതൽ എമൗണ്ട് ഓഫ് എൻസൈം നമുക്ക് ഇൻകാപ്സുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം ഇതിൻ്റെ സർഫസ് ഏരിയ, സർഫസ് വോളിയം റേഷ്യോ, ഓരോരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ഓഫ് അല്ലെങ്കിൽ ചെറിയ ചെറിയ എൻസൈംസുകൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എൻകാപ്സുലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കൊണ്ട് ലാർജ് ക്വാണ്ടിറ്റി ഓഫ് എൻസൈം ക്യാൻ ബി ഇമ്മൊബിലൈസ്ഡ്. റിലേറ്റീവ്ലി ബിനൈൻ അറ്റാച്ച്മെൻറ്റ് മെത്തേഡ്. We can use it for the immobilization of enzyme as well as mammalian cell, but there are disadvantages. It can be easily damaged. ബാക്കിയുള്ള മെത്തേഡിനെ കമ്പയർ ചെയ്യുന്ന സമയത്ത് ചെറിയൊരു പോളിമർ കൊണ്ടുള്ള എൻകാപ്സുലേഷൻ മാത്രമാണ് ഇവിടെ വരുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ബ്രേക്കിംഗ് വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു സ്റ്റിറിങ് വരുന്ന സമയത്തൊക്കെ നമുക്കതിനെ റിമൂവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ മീൻസ് അത് ഡാമേജ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഓൺലി സ്മാൾ സബ്സ്ട്രേറ്റ് മോളിക്യൂൾസ് ക്യാൻ ബി ഇമ്മൊബിലൈസ്ഡ്. ഇത് തമ്മിലുള്ള വ്യത്യാസം, ഇവിടെ ലാർജ് ക്വാണ്ടിറ്റിയും പറഞ്ഞു, ഇവിടെ സ്മോൾ സബ്സ്ട്രേറ്റും പറഞ്ഞു അല്ലേ. ലാർജ് ക്വാണ്ടിറ്റി ഇൻ ദ സെൻസ് ലാർജ് നമ്പർ ഓഫ് സ്മോൾ എൻസൈംസ് ക്യാൻ ബി എൻകാപ്സുലേറ്റഡ്. അപ്പോൾ ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കണം. എൻസൈം മോളിക്യൂളിൻ്റെ മോളിക്കുലാർ സൈസ് കൂടുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള എൻസൈം നമ്മൾ എടുക്കുകയാണ്, അതിൻ്റെ മോളിക്കുലാർ സൈസ് കൂടിയ വലിയ മോളിക്കുലാർ സൈസ് ഉള്ള ഒരു എൻസൈം ആണെങ്കിൽ അതിനെ മൈക്രോ എൻകാപ്സുലേഷൻ നമുക്ക് നടത്താൻ പറ്റില്ല. സ്മോൾ സബ്സ്ട്രേറ്റ് മോളിക്യൂൾസിനെ മാത്രമാണ് ഇമ്മൊബിലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുള്ളൂ. ഇവിടെ നേരെ തിരിച്ചാണ് എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ദെൻ പോർ സൈസ് ലിമിറ്റേഷൻ, ദാറ്റ് ഈസ് അനദർ ഡിസ്അഡ്വാൻറ്റേജ് ഓഫ് മൈക്രോ എൻകാപ്സുലേഷൻ. Now coming to the fourth method, that is the immobilization method by covalent binding. This is the most commonly used method for immobilization, and as the name indicate, they are immobilized by creation of covalent bond between the chemical group of enzyme and supporting materials. Usually different chemical groups like amino, imino, amide, hydroxyl, thiol, methyl thiol, guanyl, imidazole and phenol ring are used to bind or to form a covalent bond with the matrix as well as enzyme. അപ്പോൾ ഇത്രയും ഗ്രൂപ്പുകളാണ് സാധാരണഗതിയിൽ കോവാലൻ്റ് ബോണ്ടിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻവോൾവ് ആവുന്ന ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. ഈ ഗ്രൂപ്പിൽ തന്നെ ഏറ്റവും എളുപ്പത്തിൽ കോവാലൻ്റ് ബോണ്ട് ഫോം ചെയ്യുന്ന രണ്ട് ഗ്രൂപ്പുകളാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും അമിനോ ഗ്രൂപ്പും. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും അമിനോ ഗ്രൂപ്പുമാണ് ഏറ്റവും ഈസി ആയിട്ട് കോവാലൻ്റ് ബോണ്ട് ഫോം ചെയ്യാൻ പറ്റുന്ന രണ്ട് കെമിക്കൽ ഗ്രൂപ്പുകൾ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് വളരെ സിമ്പിളാണ്. ഇങ്ങനെയുള്ള കെമിക്കൽ ഗ്രൂപ്പുകൾ, ഇവിടെയുള്ള കെമിക്കൽ ഗ്രൂപ്പുകൾ സപ്പോർട്ട് മാട്രിക്സിൻ്റെ മുകളിലുള്ള കെമിക്കൽ ഗ്രൂപ്പുകളും എൻസൈമിൻ്റെ മുകളിലുള്ള കെമിക്കൽ ഗ്രൂപ്പുകളും തമ്മിലുള്ള കോവാലൻ്റ് ബൈൻഡിങ് ആണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്തൊക്കെ പ്രോബ്ലം ഉണ്ടാവാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അഡ്വാൻറ്റേജസ് നോക്കുന്ന സമയത്ത് സ്ട്രോങ് അറ്റാച്ച്മെൻ്റ് ആയിരിക്കും. അതൊരു അഡ്വാൻറ്റേജ് ആണ്. വളരെ തിക്ക് അല്ലെങ്കിൽ വളരെ
സ്ട്രോങ് ആയിട്ടുള്ളൊരു ബൈൻഡിങ് അവിടെ നടക്കുന്നുണ്ട് കോവാലൻ്റ് ബോണ്ട് ആയതുകൊണ്ട്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആക്ഷൻ അവിടെ ഉണ്ടാകുന്നുണ്ട്. എന്താണ്? ആക്റ്റീവ് സൈറ്റ് ഓഫ് എൻസൈം ക്യാൻ ബി ബ്ലോക്ക്ഡ്. സോ വാട്ട് വിൽ ഹാപ്പൻ? ദർ വിൽ ബി എ ലോസ് ഓർ റിഡക്ഷൻ ഓഫ് ആക്ടിവിറ്റി ഓഫ് എൻസൈം. ഇങ്ങനെ അതിൻ്റെ സ്ട്രക്ചറൽ ചേഞ്ച് വരുന്നത് കൊണ്ട് തന്നെ എൻസൈമിൻ്റെ എഫക്റ്റ് ഇല്ലാണ്ടാവാനോ അത് റെഡ്യൂസ് ആവാനോ ചാൻസ് ഉണ്ട്. ഓക്കെ. ആൻഡ് അനദർ അഡ്വാൻറ്റേജ് ഈസ് നോട്ട് റിവേഴ്സ്ഡ് ബൈ പി എച്ച്. സ്ട്രോങ് ബോണ്ട് ആയതുകൊണ്ട് തന്നെ പി എച്ചോ അയോണിക് സ്ട്രെങ്തോ അല്ലെങ്കിൽ സബ്സ്ട്രേറ്റോ വന്നുകൊണ്ടൊന്നും അത് ഈ ഇമ്മൊബിലൈസ്ഡ് ആയിട്ടുള്ള എൻസൈം റിവേഴ്സ് ആവാൻ പോകുന്നില്ല. ഓക്കെ. ദർ ഇസ് നോ ലീക്കേജ് ഓർ ഡിസ്റപ്ഷൻ പ്രോബ്ലം. ബാക്കിയുള്ള നമ്മൾ അഡ്സോപ്ഷൻ പറഞ്ഞത്, എൻട്രാപ്മെൻറ്റ് പറഞ്ഞ പോലൊക്കെ പെട്ടെന്ന് ഇതൊന്ന് പൊട്ടിയിട്ട് കൂടുതൽ എൻസൈം ഒരുമിച്ച് റിലീസ് ചെയ്യും എന്നുള്ള രീതിയിലുള്ള പ്രോബ്ലം ഒന്നുമില്ല. ഓക്കെ. ദെൻ വി ഹാവ് വെറൈറ്റി ഓഫ് സപ്പോർട്ട് മെറ്റീരിയൽ ഫോർ ഇമ്മൊബിലൈസേഷൻ ബൈ കോവാലന്റ് ബോണ്ടിങ്. ദാറ്റ് ഈസ് അനദർ അഡ്വാൻറ്റേജ്. വൈഡ്ലി അപ്ലിക്കബിലിറ്റി, കൂടുതൽ എൻസൈംസിനെ കൂടുതൽ ഫീൽഡിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. വാട്ട് ആർ ദ ഡിസ്അഡ്വാൻറ്റേജസ്? എന്തൊക്കെയാണ് ഇതിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് എന്നുള്ളതാണ്. ഒന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു, എൻസൈം മേ ബി ഇനാക്റ്റീവ് ഡ്യൂ ടു ദ സ്ട്രക്ചറൽ ചേഞ്ചസ്. അതുപോലെ ലോസ് ഓഫ് എൻസൈം ആക്ടിവിറ്റി ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇനി ഒരു കോവാലന്റ് ബൈൻഡിങ് വഴി ഇമ്മൊബിലൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യുന്ന മെട്രിക്സ് മെറ്റീരിയലിന് ഒരു പ്രീ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ചെയ്യേണ്ടി വരും. എല്ലാ മെട്രിക്സ് മെറ്റീരിയലും അല്ലെങ്കിൽ ഇനേർട്ട് സപ്പോർട്ടിനെയും ഡയറക്റ്റ് ആയിട്ട് കോവാലന്റ് ബൈൻഡിങ് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആദ്യം ആ ഒരു ഇനേർട്ട് മെറ്റീരിയലിന് ഒരു പ്രീ ട്രീറ്റ്മെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് അത് കോവാലന്റ് ബൈൻഡിങ് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ഓൺലി സ്മോൾ എമൗണ്ട് ഓഫ് എൻസൈം ക്യാൻ ബി ഇമ്മൊബിലൈസ്ഡ് ബൈ ദിസ് മെത്തേഡ്. സോ ദീസ് ആർ ദ ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് കോവാലന്റ് ബൈൻഡിങ്. Now what are the different methods of covalent binding? നിങ്ങളോട് കുറേ കെമിക്കൽ റിയാക്ഷൻസ് ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. ഫസ്റ്റ് വൺ ഈസ് സയനജൻ ബ്രോമൈഡ് ആക്ടിവേഷൻ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇനേർട്ട് മെറ്റീരിയൽ ആയിട്ടുള്ള സെല്ലുലോസ്, സെഫാറോസ്, സെഫാഡെക്സ് പോലെയുള്ള ഇനേർട്ട് മെറ്റീരിയൽ അതിൻ്റെ മുകളിലുള്ള ഗ്ലൈക്കോൾ ഗ്രൂപ്പ് CBR വെച്ച് ആക്ടിവേറ്റ് ചെയ്യുക, എന്നിട്ട് അത് എൻസൈമുമായിട്ട് ഇമ്മൊബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇവിടെ ചെയ്യുന്നത്. സയനജൻ ബ്രോമൈഡ് ആക്ടിവേഷൻ. Glycol groups of this inert material are activated by using CBR. Okay. Second method is diazotization. Diazotization by using treatment with sodium nitrate and HCl. Diazotization reaction നിങ്ങൾ ഓർഗാനിക് കെമിസ്ട്രിയിൽ ഓൾറെഡി പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ ആ ഡയസോട്ടൈസേഷൻ റിയാക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു കോവാലന്റ് ബൈൻഡിങ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇവിടെ യൂസ് ചെയ്യുന്നത് സാധാരണഗതിയിൽ ഇനേർട്ട് മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമിനോ ബെൻസൈൽ സെല്ലുലോസ്, അമിനോ ഡെറിവേറ്റീവ് ഓഫ് പോളിസ്റ്റൈറിൻ, അമിനോ സാലിനൈസ്ഡ് പോറസ് ഗ്ലാസ്, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് സാധാരണഗതിയിൽ യൂസ് ചെയ്യാറുള്ളത്. ബൈ യൂസിങ് റിയേജൻറ്റ് സോഡിയം നൈട്രേറ്റ് ആൻഡ് HCl ടു ഫോം കോവാലന്റ് ബോണ്ട് വിത്ത് തൈറോസിൽ ആൻഡ് ഹിസ്റ്റഡിൻ ഗ്രൂപ്പ് ഓഫ് ഹിസ്റ്റമിൻ, enzyme. Now next method of covalent binding is peptide bond formation between amino group of the support and carboxyl group of the enzyme. അപ്പോൾ നമുക്കറിയാം COOH-ഉം അതുപോലെ തന്നെ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പും തമ്മിൽ ബൈൻഡ് ചെയ്യുന്ന സമയത്ത് അമിനോ ഗ്രൂപ്പും ബൈൻഡ് ചെയ്യുന്ന സമയത്ത് CONH ബോണ്ട് ഉണ്ടാവുക, അതാണ് പെപ്റ്റൈഡ് ബോണ്ട് എന്ന് പറയുന്നത്. ആ ഒരു രീതിയിലുള്ള കോവാലന്റ് ബൈൻഡിങ് ഉണ്ടാവുക എന്നുള്ളത്. Now another last one is by activation of bi or polyfunctional reagent like glutaraldehyde. ഒറ്റ റിയേജന്റിന് തന്നെ പല ഗ്രൂപ്പ് ഓഫ് ബോണ്ടുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള റിയേജന്റ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. സോ ദീസ് ആർ ദ ഡിഫറെൻറ്റ് modes or different methods of covalent binding. Now these are some example. Alpha amylase are mobilized on DEAE cellulose by direct coupling. Cellulase enzyme on polyurethane matrix by isocyanate binding, binding agent as isocyanate. Then glucose isomerase on polyurethane matrix by using an binding agent or reagent like isocyanate. Then glucose oxidase on porous glass by using isothiocyanate. Aminoglycoside on DEAE cellulose by using cyanuric chloride. So these are some examples. അപ്പോൾ ഓരോ മെത്തേഡിനും കുറച്ച് എക്സാമ്പിൾസുകളും അതിൻ്റെ മെത്തേഡ്സുകളൊക്കെ നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്യുക. നെക്സ്റ്റ് immobilization method is immobilization by cross linking.
ക്രോസ് ലിങ്ക് ചെയ്യുക, എൻസൈംസുകൾ തമ്മിൽ ക്രോസ് ലിങ്ക് ചെയ്യുക എന്നുള്ളതാണ്. സോ ദിസ് ഈസ് ആൾസോ നോൺ ആസ് കോപോളിമറൈസേഷൻ. ആൻഡ് ദ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ഓഫ് ദിസ് ഇമ്മൊബിലൈസേഷൻ ടെക്നിക് ഈസ് വി ഡോണ്ട് ഹാവ് ടു യൂസ് ആൻ ഇനേർട്ട് സപ്പോർട്ട്. ഇവിടെ നമുക്കൊരു മാട്രിക്സിൻ്റെ ആവശ്യമില്ല. ആ ഒരു പോളിഫങ്ഷണൽ ഗ്രൂപ്പ്, പോളിഫങ്ഷണൽ റിയേജന്റ് മാത്രം യൂസ് ചെയ്യാൽ മതി. കാരണം എൻസൈംസുകൾ തമ്മിലാണ് ഇവിടെ ക്രോസ് ലിങ്കിങ് വരുന്നത്. ഓക്കെ, സോ ഇമ്മൊബിലൈസ്ഡ് ബൈ ഡയറക്റ്റ് ലിങ്കിങ് ബൈ കോവാലന്റ് bond to hold enzyme via polyfunctional reagent. Now what are the merits? It is a simple and cheap method. Cross-linking is irreversible and it can withstand extremely high pH and temperature. But there are some disadvantages or demerits. It may denaturate or structurally modify enzyme, which may lead to inactivation or loss of activity. Covalent bonding inde വേറൊരു type of immobilization method ആണ് ക്രോസ് ലിങ്കിങ് എന്ന് പറയുന്നത്. കോവാലന്റ് ബോണ്ടിങ്ങിലെ സമയത്ത് നമ്മളൊരു മാട്രിക്സ് യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഒരു ബൈൻഡിങ് റിയേജന്റ് യൂസ് ചെയ്യുന്നുണ്ട്. ഇമ്മൊബിലൈസേഷൻ ബൈ ക്രോസ് ലിങ്കിങ്ങിൽ നമ്മൾ മെട്രിക്സ് യൂസ് ചെയ്യുന്നില്ല, റിയേജന്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പോളിഫങ്ഷണൽ റിയേജന്റ് മാത്രമാണ്, പോളിഫങ്ഷണൽ ഗ്രൂപ്പുകളുള്ള റിയേജന്റുകൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. സോ ദീസ് ആർ സം എക്സാമ്പിൾസ് ഓഫ് റിയേജന്റ്സ് which are used for immobilization or by cross-linking method. Glutaraldehyde, this is most extensively used reagent. Then diazobenzidine, hexamethylene diisocyanate, toluene diisothiocyanate. So these are some examples of reagent which are used for immobilization by cross-linking. So that is all about the different methods of immobilization. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഓരോ മെത്തേഡിലുള്ള ബൈൻഡിങ് ഫോഴ്സ് ഏതാണ്, അത് റിവേഴ്സിബിൾ ആണോ, pH ടെമ്പറേച്ചർ മാറുന്നതിനനുസരിച്ച് ചേഞ്ച് വരാനുള്ളതാണോ അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഓരോ മെത്തേഡിലും കമ്പാരിറ്റീവ് പെർസ്പെക്ട്സിൽ എഴുതേണ്ടത്. അല്ലാതെ വെറുതെ ഒന്ന് അഡ്സോപ്ഷൻ ആണ്, ഒന്ന് ക്രോസ് ലിങ്കിങ് ആണ് എന്ന് മാത്രം എഴുതി വെച്ചിട്ട് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കരുത്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു എസ്എ ക്വസ്റ്റ്യൻ ആണ്, അതല്ലെങ്കിൽ എസ്എ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ഒരു 5 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് എന്തായാലും ചോദിക്കുന്ന ഒരു പോർഷൻ ആണ് എൻസൈം ഇമ്മൊബിലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നൗ കമ്മിങ് ടു ദ അപ്ലിക്കേഷൻസ് ഓഫ് ഇമ്മൊബിലൈസ്ഡ് എൻസൈം. ഇമ്മൊബിലൈസ്ഡ് എൻസൈമിന്റെ അപ്ലിക്കേഷൻസുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. Mainly, application can be mainly classified into manufacturing of commercial product. Immobilized enzyme is used as a biosensors, which is used in medicine and antibiotic production, used in food and dairy industry, and also have some other applications. Now coming to first one, എന്താണ് ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻസ് എന്ന് നോക്കാം. അപ്പോൾ ഇൻഡസ്ട്രിയൽ ആയിട്ടുള്ള പല പ്രോഡക്റ്റിൻ്റെ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് ഈ പറയുന്ന ഇമ്മൊബിലൈസ്ഡ് എൻസൈംസുകൾ യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അമിനോ അസിലേസ് എന്ന് പറയുന്ന എൻസൈം ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് എൽ അമിനോ ആസിഡ് ആൻഡ് ഫ്രം ഡി ആൻഡ് എൽ അസൈൽ അമിനോ ആസിഡ് for then second one, immobilized glucose isomerase for the production of high fructose syrup from glucose. Immobilized amylase for the production of sucrose from the starch. Immobilized invertase is used to splitting of sucrose into glucose and fructose. Aspartase for the production of aspartic acid from fumaric acid. Then ribonuclease for synthesis of nucleic acid from mRNA. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഇതിലൊരു 4 എക്സാമ്പിൾസ് എങ്കിലും നിങ്ങൾ പഠിച്ചു വെക്കാം. എക്സാമിനേഷൻ പോയിന്റിൽ വെറുതെ ഇൻഡസ്ട്രിയൽ അപ്ലിക്കേഷൻ മാത്രം എഴുതി വെച്ചിട്ട് കാര്യം ഉണ്ടാവില്ല. മാനുഫാക്ചറിങ് ഓഫ് കൊമേഴ്ഷ്യൽ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ ഏത് പ്രൊഡക്റ്റ് ഏത് എൻസൈം യൂസ് ചെയ്തിട്ടാണ് മാനുഫാക്ചർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ എഴുതേണ്ടി വരിക. ഓക്കെ, നൗ കമ്മിങ് ടു സെക്കൻഡ് അപ്ലിക്കേഷൻ, ഇമ്മൊബിലൈസ്ഡ് എൻസൈം ഈസ് യൂസ്ഡ് ആസ് ആൻ ബയോസെൻസർ. ബയോസെൻസറും കൂടി ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഇമ്മൊബിലൈസ്ഡ് എൻസൈം. എവിടെയൊക്കെയാണ് നമ്മൾ ബയോസെൻസറായിട്ട് യൂസ് ചെയ്യുക? ഇൻ മെഡിക്കൽ ഡയഗ്നോസ്റ്റിക് ഏജന്റ്, ഫോർ ദ ഡിറ്റക്ഷൻ ഓഫ് ടോക്സിൻ ഇൻ ഫുഡ് ആൻഡ് വാട്ടർ, എൻവിറോൺമെന്റൽ മോണിറ്ററിംഗ്, development of pharmaceuticals and agriculture and food industry. So these are some examples of immobilized enzyme which is used as a biosensor in medical diagnostic agent. ഇപ്പോൾ മുന്നേ നമ്മൾ പറഞ്ഞിട്ടുള്ള എക്സാമ്പിൾസ് ആണ്.
നമ്മൾ ഗ്ലൂക്കോസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രിപ്പുകൾ യൂസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു അല്ലേ. അവിടെ ബയോ സെൻസർ എന്ന് പറയുന്ന സമയത്ത് അവിടെ നമുക്ക് രണ്ട് പാർഷൻ ഉണ്ട്. ഒന്ന്, ഒരു സ്ട്രിപ്പിൻ്റെ മുകളിൽ നമ്മൾ ബ്ലഡ് എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ അവിടെ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്ലഡിലുള്ള ഗ്ലൂക്കോസ് ആ സ്ട്രിപ്പിൻ്റെ മുകളിലുള്ള ഗ്ലൂക്കോസ് ഓക്സിഡേസ് എന്ന് പറയുന്ന എൻസൈമുമായിട്ടൊരു റിയാക്ഷൻ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, ആ റിയാക്ഷൻ ഉണ്ടായിട്ട് ഒരു ചേഞ്ച് അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ ബയോ സെൻസറിൻ്റെ ഒരു പോർഷനിൽ ഒരു ബയോളജിക്കൽ മെറ്റീരിയലാണ്, രണ്ടാമത്തെ പോർഷൻ ഒരു ഇലക്ട്രോണിക് മെറ്റീരിയലാണ്. അപ്പോൾ ഈ ഉണ്ടായിരുന്ന ചേഞ്ചിനെ ആ ഇലക്ട്രോണിക് മെഷർമെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു പാർട്ട് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് നമുക്കൊരു ഡിജിറ്റൽ ഡിസ്പ്ലേ ആയിട്ട് തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ ഗ്ലൂക്കോസിൻ്റെ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണഗതിയിൽ ഗ്ലൂക്കോസിൻ്റെ സ്ട്രിപ്പിലൊക്കെ അല്ലെങ്കിൽ ബയോസെൻസേഴ്സിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇമ്മൊബിലൈസ്ഡ് എൻസൈമാണ് ഗ്ലൂക്കോസ് ഓക്സിഡേസ് എന്ന് പറയും. അതുപോലെ ബാക്കിയുള്ള എക്സാമ്പിൾസിൽ ഇമ്മൊബിലൈസ്ഡ് യൂറിയേസ് ഈസ് യൂസ്ഡ് ഫോർ assay of urea, cholesterol oxidase for assay of cholesterol, lactate dehydrogenase for lactate, alcohol oxidase for alcohol, then galactose oxidase for galactose, penicillinase for the assay of penicillin. So these are some examples of immobilized enzyme for medical or as a medical diagnostic agent. Now immobilized enzymes are used in medicine and antibiotic production. നമ്മൾ മുന്നേ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്, ഫെർമെൻറ്റേഷൻ പ്രോസസ്സ് വഴിയാണ് ആൻറ്റിബയോട്ടിക്സുകളൊക്കെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്നത്. ദീസ് ആർ സം എക്സാമ്പിൾ. കുറേയധികം ഫാർമസ്യൂട്ടിക്കൽ പ്രൊഡക്ട്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം ഡിഫറെൻറ്റ് ഓർഗാനിസം. ഈ സമയത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന എൻസൈംസുകളും ഓർഗാനിസംസുകളൊക്കെ നമ്മൾ ഇമ്മൊബിലൈസ്ഡ് എൻസൈംസുകളും സെല്ലുകളൊക്കെയാണ് യൂസ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ സെഫാലോസ്പോറിൻ വിച്ച് ഈസ് ഒബ്റ്റെയിൻഡ് ബൈ immobilization of cephalosporin amidase from various organisms. Prednisolone which is produced from cortisone using immobilized enzyme obtained from Calvularia lanata. L-dopa which is used in treatment of Parkinsonism which can be produced by enzyme beta tyrosinase. Immobilized enzyme aldolase is used in diagnosis of muscle disorder. So these are some examples of immobilized enzyme in medicine and antibiotic production. Now coming to application in food and dairy industry. ഈ പറയുന്ന എൻസൈംസുകൾ തന്നെയാണ് നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫുഡ് പ്രൊഡക്ട്സുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ പ്രോട്ടിയേസ്, ഇമ്മൊബിലൈസ്ഡ് പ്രോട്ടിയേസ് എൻസൈം ഈസ് യൂസ്ഡ് ടു പ്രൊഡ്യൂസ് ചിൽ പ്രൂഫ് beer. Then aminopeptidase and carboxypeptidase to produce protein hydroxylate. Papain is used to tenderize meat and meat products. In manufacturing protein hydrolysate and also in brewing industry for clarifying juice and beer. In dairy industry for cheese and baking industry. Same papain തന്നെയാണ് ഇവിടൊക്കെ യൂസ് ചെയ്യുന്നത്. Then enzyme immobilized lipase enzyme is used for enzymatic modification of flavor of food. So these are some examples of immobilized enzyme in food and dairy industry. Now there are some other applications also. ഈ ഇമ്മൊബിലൈസ്ഡ് എൻസൈംസ് തന്നെ പല സമയത്തും വേസ്റ്റ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ബയോ റെമഡിയേഷൻ ആൻഡ് വേസ്റ്റ് ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. Like immobilized peroxidase, lactase, azoreductase enzyme is used to remove dye present in the effluent from textiles, paper and leather industry. അതായത് ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് പുറത്തോട്ട് വിടുന്ന വേസ്റ്റ് വാട്ടറിലുള്ള ഡൈസും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പെറോക്സിഡേസ്, അസോറിഡക്റ്റേസ് പോലെയുള്ള എൻസൈംസുകൾ യൂസ് ചെയ്യാറുണ്ട്. ഇമ്മൊബിലൈസ്ഡ് case is can degrade number of dye like anthracenoid dye and lancet blue. Then for the production of biodiesel, immobilized lipase are used, and in capturing of carbon dioxide in air, immobilized carbonic anhydrase are used. So these are some other applications of immobilized enzyme. So these are some references for this topic. So that is all about the enzyme immobilization process, different advantages,
disadvantages, methods and applications of immobilization of enzymes. Thank you for patient listening.